കൊച്ചി എളമക്കരയിൽ 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പിതാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. പെൺകുട്ടി 1 വർഷത്തോളം പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡനം നടന്നു. കുട്ടി പീഡിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അറിയില്ലെന്ന് അമ്മയുടെ മൊഴി. എളമക്കര പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ മാസം 16-ാം തീയതിയായിരുന്നു എളമക്കരയിൽ കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തത്. അന്ന് ഇവരുടെ മരണത്തെ തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർക്ക് അയച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കണ്ടെത്തൽ നടന്നിരിക്കുന്നത്. കുട്ടി ഏറെക്കുറെ 1 വർഷത്തോളം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. മരണത്തിന് മണിക്കൂറുകൾ മുൻപ് കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് പിതാവ് തന്നെയാണോ അതിന് കാരണക്കാരനെന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം രണ്ടുപേരും, കുട്ടിയും പിതാവും മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പിതാവ് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ മരണകാരണം എന്താണെന്ന് ഇപ്പോഴും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടി 6 വയസ്സുള്ള കുട്ടിയാണ്. കഴിഞ്ഞ 16-ാം തീയതി, ജനുവരി 16-ാം തീയതിയാണ് എളമക്കരയിലെ വീട്ടിൽ കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തത്. ഈ കുട്ടിയുടെ മാതാവ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ബ്യൂട്ടീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു. എന്തായാലും കുട്ടിയുടെയും ഈ ഭർത്താവിൻ്റെ മരണത്തിൽ തനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് യുവതി മൊഴിയായി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നതായി തനിക്ക് അറിയില്ല എന്നുള്ളൊരു മൊഴിയാണ് യുവതിക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ യുവതി നൽകിയിരിക്കുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം 6 വയസ്സുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞ് 1 വർഷത്തോളം പീഡനത്തിന് ഇരയായി എന്നുള്ള വിഷമിപ്പിക്കുന്നൊരു കാര്യം. അതും മരണത്തിന് മണിക്കൂറുകൾ മുൻപ് ആ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നു. ചെറിയ കുഞ്ഞല്ലേ, ഇത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ശരി, സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.